ഹേ ഗായ്സ് അസ്സലാമു അലൈക്കും. നിങ്ങളുടെ തേർഡ് ഡെസ്റ്റിനേഷൻ ആയ ഡൽഹിയിൽ നമ്മൾ എത്തിക്കുകയാണ്. അവിടെ എത്തിയ ഏറ്റവും വലിയ ശല്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടാക്സിക്കാരാണ്. അവർ പറയും ഫുൾ പാക്കേജ് ആണ്, നമ്മൾ അവിടെ എത്തിക്കുക ഇവിടെ എത്തിക്കാന്നൊക്കെ പറയും. നമ്മൾ സെൽഫായിട്ട് ഒരു ഊബർ ബുക്ക് ചെയ്ത് പോകുന്നതിനേക്കാൾ ഒരു ഡബിൾ ചാർജ് ആവും ടാക്സിക്കാർ മേടിക്കുക. അങ്ങനെ ഡോമിറ്ററി കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ സൈഡ് സീൻ ഫസ്റ്റ് നമ്മൾ പോയത് കുത്തുബ് മിനാർ കാണാൻ. ഇതിന്റെ ഹിസ്റ്ററി സ്കൂളും കോളേജിലൊക്കെ പഠിച്ചത്. ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഒന്നും ഓർമ്മയില്ല. കുത്തുബ് മിനാർ ഒക്കെ ബാക്കി എല്ലാ ബിൽഡിംഗ് അവിടെ പൊളിഞ്ഞടി. മാപ്പിളയും പിന്നെ എന്റെ ഒപ്പം കൂടി ഒരു ക്യൂട്ട്നെസ് ഇടാൻ തുടങ്ങി. മൈൻഡൊക്കെ ആയിട്ട് ആ കുട്ടിനെ കുറിച്ച് മാത്രം എന്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവരൊപ്പം നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ കിട്ടണൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യം. എന്തായാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇന്ത്യക്കാർ ആവശ്യം വന്നില്ല. എന്തിനും ഇതിന് മൂപ്പരുണ്ട്. എന്റെ നടത്തം കണ്ടിട്ട് എനിക്ക് കീഴത്തെ മോഹൻലാലിനെ ഓർമ്മ. അങ്ങനെ റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയി പിന്നെ പോയത് ലോട്ടസ് ടെമ്പിൾ. ഇത് സീൻ ഇട്ടാ ഇന്നലെ കവായിട്ടായിരുന്നു നിന്റെ മാപ്പിളന്ന് ഷൂട്ട് പവർ അകത്തോട്ട് ചെരുപ്പ് ധരിക്കാൻ പാടില്ല അത്ര. ലോട്ടസ് ടെമ്പിളിന്റെ ഭാഗമൊക്കെ നല്ല വൃത്തി മെനക്കുണ്ട്. ടെമ്പിളിന്റെ ഉള്ളിൽ കയറി വലിയൊരു ക്യൂ തന്നെ ഉണ്ട് അവിടെ. വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അവിടെ സീന് വെയിലായിരുന്നു. ട്രിപ്പ് കഴിഞ്ഞതോടെ ഞങ്ങളൊക്കെ കരിമ്പനക്കൽ കൃഷ്ണനായി. വെതർ അങ്ങനെ ആയതുകൊണ്ടാണാവോ എത്ര ഫ്രഷ് ആണെങ്കിലും എല്ലാവരും പെട്ടെന്ന് ക്ഷീണിക്കും. നമ്മൾ പറയില്ല എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി, അതൊക്കെ കുറേയൊക്കെ ശരി തന്നെ കേട്ടോ. ലാസ്റ്റ് നൈറ്റ് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ അങ്ങനെ 2 ഓട്ടോ വിളിച്ച് സരോജിനി മാർക്കറ്റ് പോയി. ചെക്കൻ്റെ ഡാൻസ് എങ്കിൽ വീഡിയോ എടുക്കാൻ നോക്കിയ ചങ്ങായി നിർത്തി. ഞാൻ ആഘോഷം ഈ പർച്ചേസിംഗ് ഒന്നും നമുക്ക് പറഞ്ഞ കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ പുറത്തേക്ക് ഇറങ്ങി. എന്തായാലും നല്ല അവസരമായി. ആദ്യട്ടൊക്കെ ഒരു പുലിവാലിച്ചൊക്കെ ഞാനൊക്കെ ഈ പ്രായത്തിൽ ഇന്ത്യക്കാരെ പോയിട്ട് മലയാളികളെ പോലും മര്യാദ കണ്ടിട്ടില്ല. പിന്നെ അവിടെ നമ്മൾ നേരെ ഇന്ത്യ ഗേറ്റ് കാണാൻ പോയി. ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ അടുത്തായിട്ട് തോന്നും, പക്ഷെ ഇതൊക്കെ ദൂരമായിട്ടാണുള്ളത്. നമ്മളവിടെ എത്തിയപ്പോൾ നല്ല നേരം വെക്കിയിട്ട് പോലീസുകാർ അവിടെ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പറയും. ആ റോഡിന്റെ മറ്റേ അറ്റത്തുള്ളതാണ് ഇത് രാഷ്ട്രപതി ഭവൻ. അതിന്റെ അടുത്തേക്കൊന്നും നമ്മൾ അലോഡ് അപ്പത്രേ ഉള്ളൂ. ബാക്കി പിന്നെ